കിഡ്സിന്റെ എക്സ്പോ ആയതുകൊണ്ട് കിഡ്സിന്റെ ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ഗെയിമാന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലങ്ങൾ നമ്മൾ കുളംകര എന്നുള്ള ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഫണ്ണി ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഓരോ ഇവന്റും എൻജോയ് ചെയ്യുന്നുണ്ട്. മുന്നോട്ട് പോയപ്പോ ആ സിപ്പ് ലൈൻ ഒക്കെ കണ്ടിട്ടാ നല്ല രീതിയിൽ തന്നെ ക്രൗഡാണ് അവിടെ. എല്ലാം കിഡ്സ് ഒക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഖത്തറിലെ ട്രാഫിക് പോലീസിന്റെ വണ്ടി അതുപോലെ തന്നെ ട്രാക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ബലൂൺ എല്ലാം കിട്ടി ഹാപ്പി ആയിട്ടുണ്ട്. വീണ്ടും ടെഡി ബിയറിന്റെ അടുത്ത് പോയി ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് വേറൊരു ടെഡി ബിയർ കണ്ട് അവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു. മോള് നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിരുന്നു. മകൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതേപോലത്തെ കിഡ്സിന്റെ എക്സ്പോക്ക് വരുന്നത്. ഈ ഒരു ഷോ തികച്ചും ഫ്രീ ആയിരുന്നു കേട്ടോ. ഓരോരോ ഈവന്റ്സ് സ്പെഷ്യൽ കൗണ്ടറുകളിലൊക്കെ ചില ഏരിയകളിലൊക്കെ കുറച്ച് പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഭാഗങ്ങളും ഫ്രീ ആയിരുന്നു. മോളൊക്കെ ഒന്നും കൂടി വലുതായതിന്റെ ശേഷം ഒന്നുകൂടി ഹാപ്പി ആയിരുന്നു. 1 hour അടുത്ത് എക്സിബിഷൻ സെന്ററിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് നേരെ നമ്മൾ പുറത്തേക്ക് പോകണ്ട. ബലൂണൊക്കെ കിട്ടി ഹാപ്പിയിൽ മോളൂസ് കുറച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് നമ്മൾ നേരെ പോയത് കോർണിഷിൽക്കായിരുന്നു. കോർണിഷിലെത്തി നമ്മൾ ഇന്റർനാഷണൽ ബോട്ട് ഷോ നടക്കുന്നുണ്ടായിരുന്നു ദോഹ പോർട്ടിൽ. അതിന്റെ അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ ഫയർ വർക്കും ഡ്രോൺ ഷോ ഒക്കെ ഉണ്ട്. നമ്മൾ ദോഹ പോർട്ടിലേക്ക് പോയിട്ട് കാണാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയ കാരണം കോർണിഷിന്റെ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മളിതാ ഈ ഒരു വ്യൂ എന്നാണ് കാണുന്നത്. നമ്മളിരിക്കുന്ന ലൊക്കേഷനിൽ കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഫുൾ വ്യൂവിൽ അടിപൊളിയായിട്ട് കാണാൻ കഴിയും. നമ്മളിപ്പോ ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സ്ട്രീറ്റിലാണ്. നല്ല അടിപൊളിയായിട്ട് ആളുകൾ ഫയർ വർക്ക് കാണാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അതാ ഫയർ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡ്രോൺ ഷോ ആണെങ്കിലും ഫയർ വർക്ക് ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. മോളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഫയർ വർക്കും ഡ്രോൺ ഷോ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. GCCയിലെ ക്ലൈമറ്റ് മാറി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് ഫീലാവുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയം നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ തൊട്ടടുത്തുള്ള അൽഗറാഫ ഫാമിലി പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പാർക്കിലെത്തി മോളെ സ്റ്റോളറിൽ എത്തിയിട്ട് കുറച്ച് സമയം നടക്കാനാക്കിയിട്ടുണ്ട്. ഖത്തറിലെ ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് കൂടും. അപ്പൊ ഇവരെ ബോഡി എത്രത്തോളം അതിന് എഫക്ട് ആവുന്നുള്ള അറിയില്ല. ഏതായിരുന്നാലും നമ്മള് സേഫ്റ്റി ആയിട്ട് ഇരിക്കുക അത്ര തന്നെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അവളോ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പാർക്കിൽ നിന്ന് ഇറങ്ങാന്നുള്ള തയ്യാറെടുപ്പിലായി. പാർക്കിന്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലെങ്ത് ഉള്ള പാർക്ക് ചെയ്യാനായിട്ടാണ്. നമ്മളിത് ആ സ്റ്റോളർ നേരെ വണ്ടിയിൽ തന്നെ മടക്കി വെച്ചതിന് ശേഷം നമ്മള് ഫുഡ് കീച്ചയിൽ ഓർഡർ ചെയ്തിട്ടായിരുന്നു കേട്ടോ. കീച്ചയിൽ നിലവിൽ 50% ഓഫ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡെല്ലാം മാക്സിമം കീറ്റയിൽ ഓർഡർ ചെയ്യാറ്. വണ്ടിന്റെ ബാക്കിൽ ഡിക്കെല്ലാം ഫുൾ ആയിട്ടുണ്ട്. ഏകദേശം 1 hour എടുക്കും ഫുഡ് ഓർഡർ ചെയ്ത് വരാമെന്ന്. ഡിക്കെല്ലാം അടിച്ചു വന്നപ്പോഴേക്കും നമുക്ക് ഏകദേശം ഫുഡ് ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഫുഡെല്ലാം എത്തി. കീറ്റക്കാരെ ഫുഡ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സൂഫി മന്തിയിൽ ഷവായ ചിക്കൻ ഓർഡർ ചെയ്ത്. അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഈ രീതിയിലൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഒരു ദിവസം നമ്മളിതാ പൊന്നൂസിന്റെ കൂടെ അവളും ഹാപ്പി ആയിട്ടുണ്ട്. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാണ്. നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഈ രീതിയിലൊക്കെ കാഴ്ചകൾ. അപ്പൊ തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഒക്കെ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ സീ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.